ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടെന്നിട്ടുള്ള ഒരു 3 ലെയർ വീഡിയോ ആണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഷോട്ടാണ് വേണ്ടത്. നമുക്ക് ഏത് ആപ്പിൽ വേണമെങ്കിലും ചെയ്യാം, കിനെമാസ്റ്റർ, അലൈറ്റ്മോഷൻ അങ്ങനെ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഷോട്ടിലാണ് ചെയ്യാൻ പോകുന്നത്. കാരണം വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. അത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ വീഡിയോ സെലക്ട് ചെയ്യാം, ഈ ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം, മുകളിൽ കാണുന്ന ബ്ലാങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത്ര സെക്കൻഡാണ് ഈ വീഡിയോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ 10 സെക്കൻഡാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 സെക്കൻഡ് വരെ നമുക്കത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സെറ്റാക്കി വെക്കാവുന്നതാണ്. ഞാൻ 10 സെക്കൻഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ക്യാൻവാസ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് റേഷ്യോയിലാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റേഷ്യോ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ റീൽസിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഈ ഒരു റേഷ്യോയിലാണ് ചെയ്യാറുള്ളത്. ഞാൻ ആ റേഷ്യോ സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ PIP എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. ഞാനിങ്ങനെ ഒന്ന് ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഇഷ്ടമുള്ള ഭാഗം സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ ക്രോപ്പ് ചെയ്ത് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതേ വീഡിയോ സെയിം വീഡിയോ തന്നെയാണ് 3 ലെയറായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുത്താൽ മതി. കോപ്പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കോപ്പിയായി കിട്ടുന്നതാണ്. അത് നമ്മൾ താഴത്തോട്ടൊന്ന് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഉണ്ടോ, ഇതേപോലെ നമുക്ക് 3 ലെയറായിട്ട് ഒരേ വീഡിയോനെ 3 ലെയറായിട്ട് പ്ലേ ആവുന്നതാണ്. ഇനി നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു വീഡിയോ ആണ് ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ PIP പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഗാലറി ഓപ്പൺ ആവും. നമുക്ക് ആ വീഡിയോ അതേപോലെ വീണ്ടും നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് ക്രോപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്കും. അതേപോലെ ഒന്ന് ക്രോപ്പ് ചെയ്ത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതേ വീഡിയോ വെച്ച് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ ക്രോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും അത് ക്രോപ്പ് ചെയ്യാം. ഇതേപോലെ ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇഷ്ടമുള്ള ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇതിലോട്ട് ഒരു ഓഡിയോ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ 3 വീഡിയോൻ്റെ ഏതിലൊരു വോളിയമാണ് മ്യൂസിക്കാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നാമത്തെ വീഡിയോൻ്റെ വോളിയമാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 2ൻ്റെ വോളിയം ഇതേപോലെ കുറച്ചിടും. ഇനി 3ൻ്റെ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ 3ൻ്റെ നമുക്ക് കുറച്ചിടാം. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം പുറത്ത് വന്നതിന് ശേഷം ഈ മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ട്രാക്സ് സെലക്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും വേറൊരു വീഡിയോ നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ഓഡിയോ ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്ന എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതല്ല മൈ മ്യൂസിക്കിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പം മൈ മ്യൂസിക് എടുത്ത് എനിക്കിഷ്ടമുള്ളൊരു ഓഡിയോ സെലക്ട് ചെയ്ത് ഞാനതൊന്ന് കറക്റ്റായിട്ട് ആ വീഡിയോൻ്റെ അളവിന് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് ഓഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ വാട്ടർമാർക്കോ അല്ലെങ്കിൽ പേരോ എന്തെങ്കിലുമൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് അലോൺ ബീറ്റ്സ് എന്നാണ്. അത് ഞാനിപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫോണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മളത് ഇതേപോലെ കറക്റ്റായിട്ട് എവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതേപോലെ കൊണ്ടുവന്ന് വെക്കാം. ഞാനിവിടെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇത് നമ്മൾ ആ വീഡിയോൻ്റെ അവസാനം വരെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ വേറൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻഷോട്ടിൽ ചെയ്യാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.